നമ്മുടെ ഫോണിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും എടുക്കാൻ പാകത്തിനായിട്ടുള്ള 3 സ്കാനറുകൾ ഡിഫോൾട്ടായിട്ട് തന്നെ ഓണായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഓണായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ അതിൽ നിന്നുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ വിരലടയാളം പോലും ഇതിലൂടെ സ്കാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസുകളും ഇതിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ സ്കാനറിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമ്മളുടെ ജിമെയിൽ ഐ ഡി കാണാനായിട്ട് പറ്റും. അതിൽ താഴെയായിട്ട് റെക്കമെൻഡ് ആൾ സർവീസ് എന്ന 2 ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് പോകേണ്ടത് ആൾ സർവീസ് എന്ന ആ ഒരു ഓപ്ഷനിലാണ്. ആൾ സർവീസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറെ ഓപ്ഷൻസുകൾ ഉണ്ടാകും. കണക്റ്റഡ് ഡിവൈസ് ആൻഡ് ഷെയറിംഗ് എന്നുള്ളത് താഴെയായിട്ട് ഇവിടെ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്കാൻ ഫോർ നിയർ ബി ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഓൺ ആയിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാ ഫോണിലും ഇത് ഡിഫോൾട്ടായിട്ട് ഓൺ ആയിട്ട് കിടക്കും. ഇത് ഓൺ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും മറ്റേതെങ്കിലും ബ്ലൂടൂത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസുകളുണ്ടോ എന്ന് നിരന്തരം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് എന്നും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓണായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസുകളും ഈ ഡിജിറ്റൽ ഫുട് പ്രിന്റിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത്തരത്തിൽ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഇതിലൂടെ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ഇൻക്ലൂഡ് ഡിബഗ് റിസൾട്ടും അതിൻ്റെ കൂടെ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കും. ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് മറ്റേതെങ്കിലും ഡിവൈസുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്കത് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ താഴേക്ക് ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്യാവുന്നതാണ്. ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഒരുപാട് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് നമുക്ക് തടയാനായിട്ടും സാധിക്കും. അടുത്ത സ്കാനറുകളിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ സ്കാൻ എന്ന് സെർച്ച് ചെയ്യുക. സ്കാൻ ഇത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ബ്ലൂടൂത്ത് സ്കാൻ എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാകും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് നമുക്ക് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഇതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്, അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ ഒന്നുകൂടി ബാക്കിലേക്ക് വരിക. ഇവിടെ സ്കാൻ എന്ന് ഒന്നുകൂടി നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് വൈഫൈ സ്കാനിങ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളുടെ ഫോണിലുള്ള വൈഫൈ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ഓൺ ചെയ്താൽ മതിയാകും. ആവശ്യമില്ലാത്ത സമയത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ ഫോണിൽ എൻ്റെ ഫോണിൽ വൈഫൈ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്നാൽ ഈ ഒരു വൈഫൈ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന വൈഫൈ ഇവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ആയാൽ മതി, അല്ലാത്ത സമയത്ത് അത് ഓഫ് ചെയ്ത് കിടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓണായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറയും. അതുപോലെ തന്നെ എന്നും ഇത്തരത്തിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്കാനറിലൂടെ നമ്മളുടെ ഫിംഗർ പ്രിന്റ് പോലും ഇതിൽ സ്കാൻ ആകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അത് തേർഡ് പാർട്ടി കമ്പനികൾക്ക് അയച്ചു കൊടുക്കുകയും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്യുക, അല്ലാത്ത പക്ഷം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.